മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുകയാണ്: അവൻ ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഈശോയുടെ അരികിലേക്ക് ഒത്തിരിയേറെ പേര് കടന്നു വരികയാണ്, അവനിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കാൻ, അവനിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ. അവരെയൊക്കെ കണ്ടപ്പോ അവരുടെ മേല് കർത്താവിന് അനുകമ്പ തോന്നിയ, കാരണം അവർ പരിഭ്രാന്തരായിരുന്നു, നിസ്സഹായരായിരുന്നു എന്നാണ് വചനത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, നിസ്സഹായരായവരോടും പരിഭ്രാന്തരായവരോടും ജീവിതത്തിൽ തകർന്നവരോടും ഒന്നുമില്ലാത്തവരോടും അനുകമ്പ തോന്നുന്ന, കരുണ തോന്നുന്നവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. തകർന്നവരോട് കരുണ കാണിക്കുന്നവനാ നമ്മുടെ ദൈവം. എന്റെ ജീവിതത്തിൽ ഇന്ന് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണോ? വേദനയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണോ? നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണോ? എന്റെ കർത്താവിന് എന്നോട് കരുണയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. അവന്റെ മുൻപിലേക്ക് കടന്നു വരുന്നവരെ കണ്ടപ്പോഴാണ് കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയത്. അവന്റെ മുമ്പിൽ നിന്നവരോട് കർത്താവിന് അനുകമ്പ തോന്നുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ നിൽക്കേണ്ടത് ദൈവത്തിന് മുമ്പിലാ. നീ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോ, ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോ നിൽക്കേണ്ടത് മനുഷ്യരുടെ മുൻപിലല്ല, നീ മറ്റേതിന്റെയെങ്കിലും മുമ്പിലല്ല നിൽക്കണം, നീ ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികള്, കഷ്ടപ്പാടുകള്, ദുരിതങ്ങള് കടന്നു വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോ രോഗം വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എപ്പോ കടം വരുമെന്ന് നമുക്കറിഞ്ഞു, എപ്പോ ഇല്ലായ്മകൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എപ്പോഴും ആരുടെ മുമ്പിൽ നിൽക്കണം? ഈശോയുടെ മുമ്പിൽ നിൽക്കണം. ജീവിതത്തില് ഏതു നിമിഷം വേണേ കുറവുകൾ ഉണ്ടാകാം. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ ആ പരിഭ്രാന്തി, നമ്മുടെ ജീവിതത്തിന്റെ ആ നിസ്സഹായത ഈശോ കാണും. തന്റെ മുമ്പിൽ നിന്നവരെ കർത്താവ് കണ്ട് അവരോട് അനുകമ്പ തോന്നിയെന്നല്ലേ പറയും. നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കണം. നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവിക ചിന്തയുണ്ടാവണം. നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുണ്ടാവണം. അധരത്തിൽ നിന്ന് പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. നിരന്തരമായ ബലിയർപ്പണം ഉണ്ടാവണം. അനുദിനമുള്ള വചനവായന ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നവരാണ്. ഈശോയുടെ മുമ്പിൽ നിന്നാൽ ജീവിതത്തിന്റെ നിസ്സഹായതയും പരിഭ്രാന്തിയും ഇല്ലായ്മകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഈശോ കാണും. അത് കാണുക മാത്രമല്ല, അവൻ അതിൽ നിന്ന് വിടുതല്, അവിടെ നിന്ന് ആശ്വാസം നമുക്ക് തരുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അവനിൽ നമുക്ക് വിശ്വസിക്കാം. അതിനുശേഷം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, അവന് ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുകയാണ്. ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് പിശാചുകളെ പുറത്താക്കാനും തിന്മയുടെ മേൽ അധികാരവും ഒക്കെ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. കർത്താവ് ഈശോ മിശിഹ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നതിന് വേണ്ട അധികാരവും കർത്താവ് നിനക്ക് തരും. അതിനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. അതിനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. അതുകൊണ്ട് എന്റെ കുടുംബജീവിതം നീ നയിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ശക്തി കർത്താവ് നിനക്ക് തരുന്നുണ്ട്. നിന്റെ ജീവിതം ഏതവസ്ഥയിലായിരുന്നാലും, നീ ഏത് ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ശക്തിയും കരുത്തും കർത്താവ് നിനക്ക് തന്നിട്ടുണ്ടെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. ഈ ഒരു ചിന്തയോടുകൂടെ ഈശോയുടെ മുമ്പിലേക്ക് ഈ ദിവസത്തെ പരിപൂർണമായിട്ട് കൊടുക്കുക. നമ്മുടെ അധ്വാനങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിത വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇല്ലായ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ദുരിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഈശോയെ, ഈ ദിവസത്തിലെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ഇവരെ സഹായിക്കണമേ. ഇവരുടെ കുടുംബത്തെ സഹായിക്കണമേ. ഈശോ,
അങ്ങയുടെ ശക്തി ഇവരിൽ നിറവേറട്ടെ. ഈ ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.